Redmagic 8s Pro സീരീസിൽ വരുന്ന ഫോണുകൾ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Redmagic 8s Pro സീരീസിൽ രണ്ട് ഫോണുകൾ വരുന്നുണ്ട്. Redmagic 8s Proയും അതുപോലെ തന്നെ Redmagic 8s Pro Plusഉം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Redmagic 8s Pro സീരീസിൽ വരുന്ന ഫോണുകളെ പറ്റിയിട്ടാണ്. ഇത് ഗെയിമിംഗ് ഫോണുകളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേഡ് ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകളിലും 6.8 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 960 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. വളരെ കൂടിയ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. ഗെയിമിംഗ് ഫോണുകളാണ്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. പിന്നെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറയാണ് ഇതിൽ വരുന്നത്. അതായത് സെൽഫി ക്യാമറ സ്ക്രീനിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ശരിക്കും ഒരു ഫുൾ സ്ക്രീൻ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1300 nits ആണ്. പിന്നെ 1440 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഫോണുകളിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ രണ്ട് ഫോണുകളിലും വരുന്നുണ്ട്. പിന്നെ ഈ രണ്ട് ഫോണുകളിലും റെഡ് കോർ R2 ഗെയിമിംഗ് ചിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ഗെയിമിംഗ് പെർഫോമൻസ് ഒന്നും കൂടി ബെറ്റർ ആക്കുന്നതായിരിക്കും. അപ്പം അത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ഷോൾഡർ ട്രിഗർ ബട്ടൺസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് എക്സ്ട്രാ ബട്ടൺസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് ഡ്യുവൽ X-ആക്സിസ് ലീനിയർ മോട്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോൺ പെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഐസ് 2.0 മാജിക് കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 3D വേപ്പർ ചേമ്പറൊക്കെ വരുന്നുണ്ട്. പിന്നെ ബിൽറ്റ് ഇൻ ഫാനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഈ ഫീച്ചേഴ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഹാർട്ട് റേറ്റ് സെൻസറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഏവിയേഷൻ ഗ്രേഡ് അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും സ്നാപ്ഡ്രാഗൺ 8+ Gen 2 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറിൻ്റെ ഒരു ഓവർ ക്ലോക്ക് ചെയ്തിട്ടുള്ള വെർഷനാണ്. വളരെ മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ രണ്ട് ഫോണുകളിലും വരുന്നതായിരിക്കും. ഈ രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 8s Proയിൽ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. ഇതിൽ 12GB റാമും 512GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷൻസ് വരെ വരുന്നുണ്ട്. എന്നാൽ 8s Pro Plusൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 16GB റാമും 256GB ഇൻറ്റേർണലുമാണ് വരുന്നത്. ഇതിൽ 24GB റാമും 1TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. 24GB റാമുമായിട്ട് വരുന്ന ആദ്യത്തെ ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. പിന്നെ LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള റെഡ്മാജിക് സോഫ്റ്റ്വെയർ ഈ ഫോണുകളിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 50 മെഗാപിക്സൽ മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇത് സാംസങ് GN5ൻ്റെ സെൻസറാണ്. രണ്ട് ഫോണുകളിലും 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. മൂന്നാമത് 2 മെഗാപിക്സൽ മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറയാണ് ഈ ഫോണുകളിൽ വരുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 8s Proയിൽ 6000 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. 8s Pro Plusൽ 5000 mAhൻ്റെ ബാറ്ററി വരുന്നുള്ളൂ. പക്ഷേ ഇതിൽ 165 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടാണ് ഈ ഫോണുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ സ്മാർട്ട് ഫോണുകൾ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോണുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ 8s Pro ലോഞ്ച് ചെയ്തിരിക്കുന്നത് 3999 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 45,300 രൂപ പ്രൈസ് റേഞ്ചിൽ 8s Pro Plus എന്ന സ്മാർട്ട് ഫോൺ 5499 എന്ന പ്രൈസിങ്ങിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് 62,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വളരെ മികച്ച ഫീച്ചേഴ്സാണ് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് വളരെ മികച്ച ഗെയിമിംഗ് ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. ക്യാമറയും ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കുകളില്ലാത്ത സ്പെസിഫിക്കേഷനൊക്കെ തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ വളരെ മികച്ച ഫീച്ചേഴ്സ് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോണുകൾ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ അതിനെപ്പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. എന്തായാലും Redmagic 8s Pro സീരീസിൽ വരുന്ന ഫോണുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. 8s Pro എന്ന ഫോൺ ചിലപ്പം ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എത്തിയേക്കാം. 8s Pro Plus എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പം ഒരു 70,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും എത്തിയേക്കാം.